പക്ഷേ അതിനകത്ത് എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത്, നമുക്ക് നീതിബോധം എന്ന് പറയുന്നത് നമ്മുടെ ആചാരത്തിന് പോലും നമുക്ക് ചിലപ്പം രണ്ടാം സ്ഥാനം കൊടുക്കേണ്ടി വരും. ആ പൊതു നീതിബോധം എന്ന് പറയുന്നത് ആരും നഷ്ടപ്പെടുത്തരുത്. ഇതിൻ്റെ പേരിൽ ഒരു അലോഹ്യവും ഒരു അലോസരവും ഉണ്ടാവരുത്. ശീല മാം നമസ്കാരം. നമസ്തേ. തൃശ്ശൂരിൽ സുരേഷ് ഗോപി വലിയ ഭൂരിപക്ഷത്തോടെയാണ് ജയിച്ചത്. ഒരുപക്ഷെ മലയാളികൾ ആരും വിശ്വസിച്ചിട്ടുണ്ടാവില്ല സുരേഷ് ഗോപി ഇത്തവണയും തൃശ്ശൂർ എടുക്കുമെന്ന്. അതൊക്കെ ഒരു വലിയ രീതിയിലേക്ക് മാറ്റിക്കൊണ്ടാണ്, ആ ചിന്തകളെയൊക്കെ മാറ്റിക്കൊണ്ടാണ് ഏകദേശം 70,000-ന് മുകളിൽ സുരേഷ് ഗോപി BJPക്ക് അക്കൗണ്ട് തുറന്നു കൊടുത്തത്. ആ സമയം മുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ്, തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുള്ള ചില വിവാദങ്ങൾ മുതലെടുപ്പ് നടത്തിക്കൊണ്ടാണ് സുരേഷ് ഗോപിക്ക് ഇത്രയധികം വോട്ട് കിട്ടിയതെന്ന്. സത്യത്തിൽ തൃശ്ശൂർ പൂരം കലക്കാൻ സുരേഷ് ഗോപി ഉൾപ്പെടുന്ന BJP രംഗത്തിറങ്ങിയിരുന്നോ? ധന്യ, ആ ചോദ്യം തന്നെ ഭയങ്കര രസകരമായ ഒരു ചോദ്യമാണ്. ഈ ആരോപണവും രസകരമായ ചോദ്യമാണ്. കേരളത്തിൽ ഇരട്ടച്ചങ്കനായ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉള്ളപ്പോ, ഇരട്ടച്ചങ്കനായ മുഖ്യമന്ത്രി ഉള്ളപ്പോ, മുഖ്യമന്ത്രിയുടെ കീഴിൽ ആഭ്യന്തര വകുപ്പ് ഉള്ളപ്പോ, അത്രയും വലിയ പോലീസിംഗ് സംവിധാനം ഉള്ളപ്പോൾ കേന്ദ്ര സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും? എന്നും കേന്ദ്ര സർക്കാരും കേരള സർക്കാരും തമ്മിൽ ഇങ്ങനെ പ്രശ്നത്തിൽ നിൽക്കുന്ന ഒരു സമയത്ത് കേരളത്തിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി കേരളത്തിലെ പോലീസുകാരെ വിട്ടുകൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ ADGP ഇറങ്ങിയെന്നും പൂരം കലക്കിയെന്നുമുള്ള ആ പ്രസ്താവന തന്നെ സത്യത്തിൽ അത് പുച്ഛിച്ചു തള്ളേണ്ട ഒരു പ്രസ്താവനയാണ്. ചർച്ചയ്ക്ക് പോലും അർഹതയില്ലാത്ത പുച്ഛിച്ചു തള്ളേണ്ട ഒരു പ്രസ്താവനയാണ്. രണ്ടാമത്, സുരേഷ് ഗോപി ഒരു വലിയ വിശ്വാസിയാണ്. സുരേഷ് ഗോപി ഒരു വിശ്വാസി ഒരിക്കലും ഒരു ക്ഷേത്രാചാരം കുളമാക്കിക്കൊണ്ട് തനിക്ക് അത് ഗുണകരമാക്കാം എന്ന് വിചാരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ വിശ്വസിക്കുന്നതിലേറെ വലിയ വിശ്വാസിയാണ് സുരേഷ് ഗോപി. അങ്ങനെ ഒരു വിശ്വാസി ഒരിക്കലും ഒരു ക്ഷേത്രത്തിലെ ക്ഷേത്രാചാരങ്ങളെയൊക്കെ കുളമാക്കി എനിക്ക് 4 വോട്ട് പിടിക്കാമെന്ന് ചിന്തിക്കുന്നത് തന്നെ ന്യായമായ ഒരു ചിന്തയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? അവർക്ക് രണ്ടുപേർക്കും ഇപ്പോ തൃശ്ശൂർ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? വലിയ ഒരു പ്രതിസന്ധിയാണ് തൃശ്ശൂരിൽ ഉണ്ടായിട്ടുള്ളത്. അതായത് തൃശ്ശൂരിലെ ഇടതും വലതും, അതായത് LDFും UDFും പ്രതീക്ഷിച്ചതുപോലെ രണ്ടുപേർക്കും പെർഫോം ചെയ്യാൻ പറ്റിയില്ല. കാലാകാലങ്ങൾ അത് മികച്ച 2 സ്ഥാനാർത്ഥികളായിരുന്നു, അക്കാര്യത്തിൽ സംശയമില്ല. അതായത് CPIയിലെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായ സുനിലും അതുപോലെ അവിടുത്തുകാരൻ കൂടിയാണ്. ഇതിൽ പരം ഒരു അടി സുനിൽകുമാറിന് കിട്ടാനില്ല. മുരളീധരനാണെങ്കിൽ പത്മജയെ തള്ളിപ്പറഞ്ഞും എന്തൊക്കെ പറയാമോ അതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വലിയ ആളാണെന്നും BJPയുടെ അക്കൗണ്ട് ഇല്ലാതാക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൃശ്ശൂരിലേക്ക് വന്ന് മത്സരിക്കാൻ ഒരുങ്ങുമ്പോൾ ഉണ്ടായ ഒരു പ്രതിസന്ധി, അതും വളരെ കൃത്യമായി. അതായത് പത്മജ വേണുഗോപാൽ പറഞ്ഞിരുന്നു അവിടെ കോൺഗ്രസിൽ ഗ്രൂപ്പിസം അടക്കമുണ്ട്, തന്നെ അടക്കം തോൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി എന്ന് പറഞ്ഞത് വെറുതെ ആണെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് BJPയുടെ സ്ഥാനാർത്ഥികൾ എവിടെയൊക്കെ ജയിക്കുമോ അവിടേക്കെല്ലാം ഞാൻ എത്തും, ഞാൻ അക്കൗണ്ട് കൂട്ടിക്കാൻ നടക്കുന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രപ്പഗണ്ട ഉണ്ടാക്കിക്കൊണ്ടാണ് മുരളീധരൻ അവിടേക്ക് വന്നത്. അപ്പോ ഈ രണ്ടുപേർക്കും കിട്ടിയ തിരിച്ചടി അത് വലിയ തിരിച്ചടി തന്നെയാണ്. ആ തിരിച്ചടിയിൽ നിന്ന് ഇവർ രണ്ടും മുക്തരായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. എന്താണ് ഈ ആരോപണങ്ങളുടെ അടിസ്ഥാനം? ഈ ആരോപണങ്ങളുടെ അടിസ്ഥാനം മേധാവിയെ, RSSന്റെ മേധാവിയായിരിക്കുന്ന ഒരാളെ കണ്ടു എന്നുള്ളതാണ്, ADGP കണ്ടു എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നു ഇപ്പൊ സ്വകാര്യ സന്ദർശനമാണെന്ന്. CPM ചോദിക്കുന്നു, അങ്ങനെ കണ്ടതിൽ ഒരാൾ സ്വകാര്യ സന്ദർശനം നടത്തുന്നത് എന്താണ് തെറ്റെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഒരു പോലീസ് ഓഫീസറോ അല്ലെ ആരെങ്കിലും ഒരു RSS മേധാവിയെ കാണുന്ന ഇത്ര വലിയ തെറ്റാണോ? ഭാരതത്തിൽ തീവ്രവാദ പ്രസ്ഥാനമല്ലല്ലോ RSS മേധാവിയെ ഒരാൾക്ക് കാണണമെന്ന് തോന്നിയാൽ ആ കാണുന്നതിൽ എന്ത് തെറ്റാണുള്ളതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ ബാക്കി എല്ലാ ആൾക്കാർക്കും കാണാം. RSS മേധാവിയെ കണ്ടാൽ അത് വലിയ എന്തോ കുഴപ്പമാണ് എന്ന് പ്രചരിപ്പിക്കലല്ലേ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കാനുണ്ടായ സാഹചര്യം പൂരത്തിന്റേതുമായി ബന്ധപ്പെട്ടല്ല. ഇപ്പൊ പൂരത്തിന്റെ ആ വിഷയവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഒരു 10,000 വോട്ട് അല്ലെ 20,000 വോട്ടിൽ കൂടുതൽ സുരേഷ് ഗോപിക്ക് കിട്ടാനുള്ള സാധ്യതയില്ലല്ലോ. സുരേഷ് ഗോപി 75,000 വോട്ടോളം കൂടുതൽ വാങ്ങിയാണ് വിജയിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം CPM യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിയുടെ പുറകെയായിരുന്നു. സുരേഷ് ഗോപി എന്ന് BJPയിലേക്ക് വന്നോ അന്നു മുതൽ സുരേഷ് ഗോപിയെ ആക്രമിക്കാൻ നടത്തുന്ന ആ ശ്രമങ്ങൾ ജനങ്ങൾ കണ്ടു. തൃശ്ശൂരിലെ സ്ത്രീ ജനങ്ങൾ, ഞാൻ പുരുഷന്മാരാണെന്ന് പോലും പറയില്ല, തൃശ്ശൂരിലെ സ്ത്രീ ജനങ്ങളാണ് ഇത്രയും വലിയ ഒരു വോട്ട് പെർസെന്റേജിലേക്ക് എത്തിച്ചിട്ടുള്ളത് സുരേഷ് ഗോപി എന്ന കാര്യത്തിൽ സംശയമില്ല. യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി BJP എന്ന നിലയിൽ ഏവരും അംഗീകരിച്ചു തുടങ്ങിയിരിക്കുന്നു. കേരളത്തിലെ CPMലുള്ള സ്ത്രീകളും കോൺഗ്രസിലുള്ള സ്ത്രീകളും ഒക്കെ ഒന്നൊന്നായി വന്ന് തുറന്നു പറയുകയാണ്
കാസ്റ്റിംഗ് കൗച്ച് അടക്കമുള്ളവ പറയുന്നു. അവർക്ക് അർഹമായ പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്ന് പറയുന്നു. അത്തരം ഒരു കാര്യം നിലനിൽക്കുമ്പോഴാണ് സ്ത്രീകളെ കൂടുതൽ ചേർത്ത് നിർത്തുന്ന കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി, ഇതൊക്കെ വലിയൊരു ഫാക്ടർ തന്നെയാണ്. സ്ത്രീകൾക്ക് നരേന്ദ്രമോദിയിൽ വിശ്വാസം കൂടുതലാണെന്നേ. ആ വിശ്വാസം തന്നെയാണ് സുരേഷ് ഗോപിയിലും ഉണ്ടായിരുന്നത്. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് എത്ര നീചമായ ആക്രമണമാണ് അദ്ദേഹം നേരിട്ടത്. നമുക്കറിയാം, സ്ത്രീ വിഷയത്തിൽ പോലും അദ്ദേഹത്തെ കുടുക്കാൻ നടത്തിയ ശ്രമങ്ങൾ നമ്മൾ കണ്ടതാണ്. പൊതുസ്ഥലത്ത് നടന്ന ഒരു വിഷയത്തെ അദ്ദേഹം കയറി പിടിച്ച ഒരാളാക്കി ചിത്രീകരിച്ചുകൊണ്ട് ആദ്യത്തെ ദിവസം അത് വലിയ പരാതിയായി വന്നതല്ല. പിന്നീട് ചില ആൾക്കാർ ചേർന്നുകൊണ്ട് ഇത് മുതലെടുപ്പ് നടത്താൻ പറ്റും എന്ന ഘട്ടത്തിലേക്ക് എത്തിക്കുകയും അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും അദ്ദേഹത്തിനെതിരെ വളരെ മോശമായ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുകയും ചെയ്തില്ലേ? ഈ പ്രചരണങ്ങൾ സ്ത്രീകൾ കാണുന്നില്ലേ? പണ്ടത്തെ പോലല്ല സ്ത്രീകൾ ഇപ്പോ. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഭർത്താക്കന്മാർ പറയുന്നത് കേട്ട് വോട്ട് ചെയ്യുന്ന സ്ത്രീകൾ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, വീടുകളിൽ സ്ത്രീകൾക്ക് മറ്റ് സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നൊരു സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ആൾക്കാരില്ല. വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഈ വാർത്തകൾ സ്ത്രീകളും ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ശബരിമല വിഷയത്തിന് ശേഷം കേരളത്തിൽ വാർത്ത കാണുന്ന സ്ത്രീകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. കൂടിയിട്ടുണ്ട്. നേരത്തെ നടക്കാൻ പോകുമായിരുന്നു. ആ സമയത്ത് പണ്ടൊക്കെ സ്ത്രീകൾ വന്നാൽ സാരിയെക്കുറിച്ചും തലമുടിയെക്കുറിച്ചും ഫാഷനെ കുറിച്ചും ഒക്കെ ആയിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ശബരിമല സമരത്തിന് ശേഷം, ശബരിമലയിൽ ഉണ്ടായ പ്രശ്നങ്ങൾക്ക് ശേഷം സ്ത്രീകൾ പലപ്പോഴും രാഷ്ട്രീയം പറയുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഞാനത് ശ്രദ്ധിക്കാറുമുണ്ട്. കാരണം സ്ത്രീകൾ ഇങ്ങനെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് പോകുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം സാധാരണഗതിയിൽ സ്ത്രീകൾ രാഷ്ട്രീയം പറയാൻ മടിക്കുന്നവരും രാഷ്ട്രീയ ജ്ഞാനം കുറവുള്ളവരുമായിരുന്നു പണ്ടൊക്കെ. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറിയേ. ഇപ്പൊ ഈ ഫോണിന്റെയും ആധുനിക സംവിധാനങ്ങളുടെയും ഓൺലൈനിന്റെയും ഒക്കെ കടന്നുവരവോടുകൂടി TV അല്ലെങ്കിൽ എന്നാലും സ്ത്രീകളടക്കമുള്ളവർ യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലും വാർത്തകളെ കുറിച്ചൊക്കെ അറിയുകയും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരു യുവതലമുറയും അതുപോലെ തന്നെ മറ്റുള്ളവരും ഒക്കെ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാർ ഉണ്ടാകുന്നു. യുവതലമുറ പ്രത്യേകിച്ച് BJP-യോട് ആഭിമുഖ്യമുള്ളവരായി വളരുന്നു. നമുക്കിവിടെ അറിയാം, DYFI-ക്കൊക്കെ നേതാക്കന്മാരെ കിട്ടാൻ DYFI-യിലേക്കൊക്കെ ഇപ്പോ ആൾക്കാരെ കിട്ടാൻ ബുദ്ധിമുട്ടാ. സ്ത്രീകൾ DYFI-യിൽ വളരെ കുറവാണ്. നേരെ മറിച്ച് തിരുവനന്തപുരം തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. തിരുവനന്തപുരത്ത് ഒരു സമരം വന്നാൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ സമാഹരിക്കാൻ കഴിയുന്ന പാർട്ടി അവിടെ BJP-യാണ്. BJP-യുടെ വിഭജന പ്രസ്ഥാനങ്ങളാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകളെ അവിടെ അണിനിരത്തുന്നത്. അവിടെ 2, 3, 4, 5, 10-ൽ കൂടുതൽ സ്ത്രീകൾ DYFI-ക്കോ അല്ലെങ്കിൽ മറ്റുള്ള കോൺഗ്രസിനോ ഒന്നും അവിടെ സമാഹരിക്കാൻ കഴിയുന്നില്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട, ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഈ പള്ളിയിൽ നിന്ന് അകന്നു പോകുന്നത് എന്ന് വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇത് തന്നെയാണ് ഈ സുരേഷ് ഗോപിയുടെ വിജയത്തിലും നിർണായകമായ പങ്കുവഹിച്ചിട്ടുള്ളത് അവിടുത്തെ സ്ത്രീകളാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതിനിടയ്ക്ക് ഒരു കാര്യം ചോദിക്കട്ടെ. ശബരിമല വിഷയം വന്നപ്പോഴും BJP വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തി. തൃശ്ശൂർ പൂരത്തിന്റെ വിഷയം വന്നപ്പോഴും രാത്രി തന്നെ, അർദ്ധരാത്രി സുരേഷ് ഗോപി എത്തി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി. ഒരു വിശ്വാസത്തെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു, പ്രത്യേകിച്ച് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു മുതലെടുപ്പ് BJP നടത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും നീക്കങ്ങൾ BJP-യുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? തന്നെ ഇതിനെക്കുറിച്ച് ആരാ തന്നെ പറയുന്നത്? ഹൈന്ദവരുടെയും ഹൈന്ദവ വിശ്വാസവും ഹൈന്ദവ സംസ്കാരവും ഹൈന്ദവ ആചാരങ്ങളെയും പറ്റി മറ്റാരാണ് ചർച്ച ചെയ്തിട്ടുള്ളത്? ഞങ്ങളുടെ മുഖമുദ്ര ഹിന്ദുത്വമാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അത് ഹിന്ദുത്വം സംസ്കാരമാണ്, മതമല്ല, ആ സംസ്കാരമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഹൈന്ദവതയിൽ ഊന്നിക്കൊണ്ടല്ലേ ഇത്രയും കാലം ഈ BJP പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത്. എപ്പോഴെങ്കിലും ഒരു മാറ്റം പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ ഇത്തരത്തിൽ എപ്പോഴെങ്കിലും ഇവർ ഏതെങ്കിലും മതവിഭാഗത്തെ പ്രീണിപ്പിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയതായി അറിയുമോ? എന്നും ഹിന്ദുക്കളുടെ ആചാരങ്ങളെയും മറ്റുള്ള കാര്യങ്ങളെയും ഒക്കെ സംരക്ഷിക്കുന്നതും സാംസ്കാരികത സംരക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നതും ഒക്കെ BJP അല്ലേ? ഇപ്പൊ ഞാൻ പറയട്ടെ, പലപ്പോഴും ആക്ഷേപം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? സ്ത്രീകളെ ആചാരങ്ങൾ സംരക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നവരെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ എന്താണ് ഇവരൊക്കെ പറയുന്നത്? പുരോഗമനക്കാർ ആക്ഷേപിക്കുന്നത് എന്താണ്? കുലസ്ത്രീ എന്നാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവില്ലേ? ക്ഷേത്രനടയിൽ പോയി കൈ തൊഴുതു പ്രാർത്ഥിക്കാത്തവർ ദേവസ്വം മന്ത്രിയായിരിക്കുമ്പോ അവിടെ ചെന്ന് കാണിച്ച കോപ്രായം നമ്മൾ കണ്ടതല്ലേ? ആരാണ് പൂമൂടൽ രഹസ്യമായി നടത്തുകയും പുറത്തു വന്ന് ദൈവമില്ല എന്ന് പറയുകയും ചെയ്യുന്നവരല്ലേ ഇവിടുത്തെ പല നേതാക്കന്മാരും? ശബരിമലയിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിലേക്ക് പോവുകയോ ചെയ്താൽ അവരെ പുറത്താക്കുകയല്ലേ പാർട്ടി ചെയ്യുന്നത്? എന്നാൽ മറ്റേതെങ്കിലും മതവിശ്വാസികളെ പുറത്താക്കുന്നുണ്ടോ? മറ്റെല്ലാ മതവിശ്വാസികൾക്കും ആചാര സ്വാതന്ത്ര്യം നൽകുകയും ഹിന്ദുവിന് മാത്രം ആചാര സ്വാതന്ത്ര്യം നിഷേധിക്കുകയും ചെയ്ത പാർട്ടിയല്ലേ CPM? എവിടെയാണ് അതില്ലാത്തത്? ഇപ്പോ ഒരു നിവൃത്തിയുമില്ലാന്ന് കാണുമ്പോഴല്ലേ ക്ഷേത്ര കമ്മിറ്റികൾ പിടിച്ചെടുക്കാൻ ശ്രമം നടത്തുന്നത്. അവിടെയും എന്താണ് നടക്കുന്നത്? ഇപ്പോ ക്ഷേത്രത്തിൽ ചിലപ്പോൾ ഒരുപക്ഷെ സുരേഷ് ഗോപി അറിഞ്ഞിട്ടുണ്ടാവും. കാരണം ക്ഷേത്രവും ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരിൽ ഏറിയ കൂറും BJP അനുഭാവികളും മറ്റുള്ളവരുമാണ്. ഹൈന്ദവത കൂടുതൽ കൂട്ടിപ്പിടിക്കുന്നവരാണ് ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഒരുപക്ഷെ തൃശ്ശൂർ പൂരത്തിന്റെ അവിടെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ആദ്യം സുരേഷ് ഗോപി അറിഞ്ഞിട്ടുണ്ടാവും.
അവിടെ നിൽക്കുന്ന ആരെങ്കിലും സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടവരെ വിളിച്ചറിയിച്ചിട്ടുണ്ടാവും. മാത്രമല്ല തൃശ്ശൂരെ ആ ചുറ്റളവിലെല്ലാം താമസിക്കുന്ന ഇത്തരത്തിലുള്ള RSSകാരാണ്. എനിക്കറിയാം, ഞാൻ തൃശ്ശൂരിൽ ജോലി ചെയ്ത ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ കഴിയും, പല സ്ഥലങ്ങളിലും തൃശ്ശൂരെ ആ കോട്ടയ്ക്കകത്തും ആ സ്ഥലത്തൊക്കെയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ താമസിക്കുന്ന ഇത്തരത്തിലുള്ള ആൾക്കാരാണ്. ഒരുപക്ഷെ ഏറ്റവും എളുപ്പം അറിയാൻ സാധ്യത സുരേഷ് ഗോപിക്കാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ഒരുപക്ഷെ സുരേഷ് ഗോപി അവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അത് എന്തിനാണ് കുറ്റം പറയുന്നത്? ക്ഷേത്രത്തെയും ക്ഷേത്രാചാരങ്ങളെയും ഒക്കെ മുതലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ വിശ്വാസത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇപ്പോൾ അതൊരു വോട്ടാക്കാനുള്ള ശ്രമം നടത്തുന്നുവെന്ന് എന്തിനാണ് ഇവർ പരിതപിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത്, ഇവർക്ക് അത്തരത്തിലുള്ള നിലപാടുണ്ടോ? ആചാരങ്ങളെ അല്ലെങ്കിൽ ക്ഷേത്രാചാരം പാലിക്കപ്പെടണമെന്ന് നിർബന്ധമുള്ളവരാണോ? അങ്ങനെയുള്ളവരാണോ ശബരിമലയിലേക്ക് ഒരു ക്ഷേത്രത്തെ തകർക്കാൻ, അവിടുത്തെ വർഷങ്ങളായി നിലനിൽക്കുന്ന വിശ്വാസത്തെ തകർക്കാൻ, വിശ്വാസ സമൂഹത്തെ ഇല്ലാതാക്കാൻ, വിശ്വാസികളുമായി ഒരു ചർച്ച പോലും നടത്താതെ ശബരിമലയിലേക്ക് ഒളിച്ചു കടത്തപ്പെട്ടത്? അത് ആരെയാണ്? വിശ്വാസികളായ സ്ത്രീകളെ ആയിരുന്നോ? വിശ്വാസമില്ലാത്ത സ്ത്രീകളെ ശബരിമലയിലേക്ക് ഒളിച്ചു കടത്തി സാമൂഹ്യ പരിഷ്കർത്താക്കളാക്കാൻ ശ്രമിച്ചതിന്റെ ബുദ്ധിമുട്ട് അവർ അനുഭവിച്ചതല്ലേ? എന്നിട്ടും പിന്നെ എന്തിനാണ് ഈ പറയുന്നത്? ഈ തൃശൂർ പൂരം കുളമാക്കാൻ ആരെങ്കിലും അതിന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തേണ്ട കേരളത്തിലെ പോലീസല്ലേ? പോലീസ് കണ്ടെത്തണം. അത് ഇങ്ങനെ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ആരോടാണ് പരാതി പറയുന്നത്? സുനിൽകുമാർ ആരോടാണ് പരാതി പറയേണ്ടത്? തൃശൂർ പൂരം കലക്കാൻ ശ്രമിച്ച സുരേഷ് ഗോപി ആണെങ്കിൽ അത്തരത്തിലൊരു ആരോപണമല്ലല്ലോ ഉന്നയിക്കേണ്ടത്. സുരേഷ് ഗോപിക്കെതിരെ ഒരു പരാതി കൊണ്ട് മുഖ്യമന്ത്രിക്ക് കൊടുക്കൂ. ഇരട്ടച്ചങ്കനായ മുഖ്യമന്ത്രിയല്ലേ ഇവിടെ ഇരിക്കുന്നത്? കണ്ടെത്താമല്ലോ. അപ്പൊ ജനങ്ങളെ പറ്റിക്കാൻ എക്കാലവും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുമ്പോട്ട് വെച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഒരു പ്രൊപ്പഗണ്ട സൃഷ്ടിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഇതൊക്കെ വോട്ടാക്കാമെന്നോ അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഫലം ചെയ്യാമെന്നോ അല്ലെങ്കിൽ അതിൽ ഗുണമുണ്ടാക്കാമെന്നോ ഒക്കെ ചിലർ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ വെറുതെ ആവുകയാണ്. സുരേഷ് ഗോപിക്കെതിരെ എന്തെല്ലാം പ്രചരണം നടത്തി? സുരേഷ് ഗോപി പള്ളിയിൽ പോയതിന് പ്രശ്നമുണ്ടാക്കി. സുരേഷ് ഗോപി ഇന്നലെയും അല്ല പള്ളിയിൽ പോകുന്നത്, പണ്ട് തൊട്ടേ പള്ളിയിൽ പോകുന്ന ആളാണ്. ഗണേഷ് കുമാർ എത്ര നീചമായാണ് സുരേഷ് ഗോപിയെ ആക്രമിച്ചത്? നേരെ മറിച്ച് ഗണേഷ് കുമാർ പോകുന്നില്ലേ? ഗണേഷ് കുമാറിനെ എന്തെങ്കിലും സുരേഷ് ഗോപി ആക്രമിച്ചിട്ടുണ്ടോ? ഗണേഷ് കുമാറും പള്ളിയിൽ പോകുന്ന ആളാണ്. ചില യോഗങ്ങളിലും ബന്ധുക്കോസുകാരുടെ യോഗങ്ങളിലും ഒക്കെ പോകുന്ന ആളാണ്. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പോ മതേതരത്വം അവർക്ക് മാത്രം അവകാശപ്പെട്ടാണ്. അപ്പൊ പള്ളിയിൽ പോയാൽ 10 വോട്ട് കിട്ടുന്നതുകൊണ്ട് ഇനിയും അദ്ദേഹം വെച്ച ഒരു കിരീടത്തെ സംബന്ധിച്ച് എന്തെല്ലാം തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായി? ഏതൊക്കെ തരത്തിലാണ്, അത്ര ഹീനമായാണ് ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിച്ചത്? അത് കേരളത്തിലെ സാധാരണ സമൂഹം ചെറുത്തു നിന്നു എന്നുള്ളത് മാത്രമാണ്. പൂരം കലക്കിയത് കൊണ്ട് കിട്ടിയ വോട്ടല്ല. സുരേഷ് ഗോപിയെ കാലാകാലങ്ങളായി ആക്രമിക്കാനുള്ള ശ്രമം നടത്തി. അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. സുരേഷ് ഗോപിക്ക് സ്ത്രീകളോടുള്ള സമീപനം, സുരേഷ് ഗോപിക്ക് വിഷയങ്ങളോടുള്ള സമീപനം, അദ്ദേഹത്തിലെ മനുഷ്യ സ്നേഹിയെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിൽ പ്രതീക്ഷയോടെ ആ നാട്ടിലെ ജനങ്ങൾ കണ്ടു. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ ഘടകങ്ങൾ. അതിനെ ഇല്ലാതാക്കാനും പിന്നീട് അദ്ദേഹം ജയിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പുറകെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവരുണ്ടാക്കുന്നത്? വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരുടെ മുമ്പിലേക്ക് പോകുന്ന പോലെയാണോ കേരളത്തിലെ മാധ്യമങ്ങൾ സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് പോകുന്നത്? സുരേഷ് ഗോപി എത്ര ഹീനമായാണ് ആക്രമിക്കുന്നത്? ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? സാധാരണക്കാർ ഒരു കുഞ്ഞു പോലും ഇത് ചിന്തിക്കുമെന്നേ. സുരേഷ് ഗോപിയെ ഇങ്ങനെ ആക്രമിക്കാൻ വട്ടം കൂട്ടുമ്പോൾ അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നരേന്ദ്രമോദിയും ഒരു കാലത്ത് ഇതുപോലെയായിരുന്നു. കല്ലെറിഞ്ഞുകൊണ്ടാണ് നരേന്ദ്രമോദി അടക്കമുള്ളവരെ ജനങ്ങൾക്ക് കൂടുതൽ മനസ്സിലായി. അവരുടെ വിശ്വാസത സമൂഹത്തിന് ബോധ്യമായി. അത് തന്നെയാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ ഘടകം. ആ ഘടകത്തിന്റെ മാറ്റു കുറച്ചു കാണിക്കാനുള്ള ശ്രമങ്ങളാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി വരുന്നത്. അത് മാത്രമല്ല, രണ്ടുപേർക്കും കൊതിക്കറിവുണ്ട്, തോറ്റുപോയതിന്റെ ക്ഷീണമുണ്ട്. അതിന് ഏതെങ്കിലും തരത്തിൽ ന്യായീകരിച്ചുകൊണ്ട് നിൽക്കണം. അതിനാണ് ഇപ്പോൾ തൃശൂർ പൂരത്തെ ഇതിലേക്ക് വലിച്ചഴക്കുന്നത്. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. വളരെ നന്ദി മാം. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.